CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഉന്നയിക്കുന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. UDF-ഉം മലയാള മനോരമയും ചേർന്ന് ED-യെ കൂട്ടുപിടിച്ച് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. നമുക്ക് മലയാള മനോരമയെ കുറിച്ചോ UDF-നെ കുറിച്ചോ CPM സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് മനസ്സിലാക്കാം. അതില് രാഷ്ട്രീയമുണ്ട്, അങ്ങനെയൊക്കെ പറയുകയും ചെയ്യാം. പക്ഷേ ഇവിടെ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആരൊക്കെയാ? UDF ഉണ്ട്, മനോരമയുണ്ട്, ഒപ്പം തന്നെ ED ഉണ്ട്. അതൊരു കേന്ദ്ര ഏജൻസിയാണ്. ആ കേന്ദ്ര ഏജൻസിയെ മലയാള മനോരമയും UDF-ഉം കൂടെ കൂട്ടുപിടിച്ച് ഒരു വ്യാജരേഖ അല്ലെങ്കിൽ വ്യാജ വാർത്ത ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം, അതിന്റെ ഡയമെൻഷൻ വളരെ വലുതാ. ആർക്കെതിരെയാണ് ഈ വാർത്ത, വ്യാജ വാർത്ത? അത് LDF-നെതിരെയാണെങ്കിൽ നമുക്ക് അങ്ങ് സഹിക്കാം. പറഞ്ഞല്ലോ, UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു രാഷ്ട്രീയ കളി, അതില് മലയാള മനോരമ പങ്കാളിയാവുന്നു. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇത് സംസ്ഥാന സർക്കാരിനെതിരെയാ. ഭരണഘടന പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ, അതാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അട്ടിമറിക്കാൻ, അതിന് ED കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ ഏജൻസിയായ ED അതിന് സഹായകരമായിട്ട് പ്രവർത്തിക്കുന്നു.